ചേർത്തലയിൽ മരിച്ച വീട്ടമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തി എന്ന മകളുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷാജി, ഈ കല്ലറ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നത് അല്ലേ? അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം അല്ലേ ഷാജി? തീർച്ചയായിട്ടും അജിംഷാദ്, കഴിഞ്ഞ മാസമായിരുന്നു, അതായത് ജനുവരി 8-നായിരുന്നു ഈ സ്ത്രീ സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ഏതാണ്ട് കഴിഞ്ഞ 8-ാം തീയതിയാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരം സംഘർഷമുണ്ടാകാറുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് പോലീസിലോട് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഭർത്താവ് നിരന്തരം ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു. ഇത്തരത്തിലൊരു മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീ താഴെ വീഴുകയും അവരുടെ തല മതിലിടിക്കുകയും അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം ചികിത്സയിൽ കിടക്കുകയും കഴിഞ്ഞ 8-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവരുടെ മൃതദേഹം ചേർത്തലയിൽ സംസ്കരിച്ചായിരുന്നു. പിന്നീടാണ് ഈ മകൾ നേരത്തെ ഈ കാര്യം കണ്ടിരുന്നു. ഇത്തരത്തിലുള്ളൊരു പരാതി പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോലീസ് RDOയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയും ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു വരുന്നത്. ഏതാണ്ട് ഒരു മാസമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാലും ഇതിൻ്റെ റിസൾട്ടുകൾ ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് ആശങ്കാജനകമാണ്. കാര്യം ഇത്ര കാലതാമസം വന്നു പോരാഞ്ഞിട്ടൊന്ന് മറവ് ചെയ്ത ഒരു മൃതദേഹമാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് തരത്തിൽ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ സാധാരണ ഷാജഹാൻ, തുടർന്നുള്ള ബുള്ളറ്റിനിൽ ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം.